ചോറും ചപ്പാത്തിയും ഒഴിവാക്കി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാലോ. ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മൾ ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടി പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള വിഭവങ്ങൾ തന്നെ കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാം, വണ്ണവും വയറും കുറയ്ക്കാം. ചപ്പാത്തിയും ചോറും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് വണ്ണവും വയറും കുറയും നന്നായി. അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസും കൂടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് മാറ്റം ഉണ്ടാവും. എനിക്കിത് കഴിച്ചിട്ട് ഒരു 3 കിലോ വരെ വ്യത്യാസം വന്നു. ഞാനിത് തുടർച്ചയായി 4 ദിവസം കഴിച്ചു. അപ്പോൾ തന്നെ എൻ്റെ വെയിറ്റിൽ നല്ലൊരു വ്യത്യാസം വന്നു. ഞാൻ 3 കിലോയുടെ അടുത്ത് കുറഞ്ഞു. വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ. 3-3.5 ലിറ്റർ നമ്മുടെ വെയിറ്റിനനുസരിച്ച് കുടിക്കണം. ഇപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ഞാനിത് ഒരു ഡോക്ടർ യൂട്യൂബിൽ പറയുന്നത് കേട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിച്ചപ്പോൾ 4 കിലോ കുറഞ്ഞു എന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. സത്യമാട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ല ടേസ്റ്റുമാണ്. ടേസ്റ്റുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ വേവിക്കാൻ വെച്ചതാണ്. ആ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അത് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് ആയിക്കോളും. അതിൻ്റെ കൂടെ നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നന്നായി കഴുകി കളഞ്ഞ് വാറ്റി വെച്ച ഈ പച്ചക്കറി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ക്രമം അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം. സവാള നിറച്ച് ആൻറ്റിബയോട്ടിൻ റിച്ചാണ്. നല്ല ശോധന ഉണ്ടാവാനും സവാള നല്ലതാണ്. നമ്മൾ കറികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സവാള തന്നെയാണല്ലോ. പിന്നെ ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് കുറച്ചും കൂടിയും വെവുള്ളതാണ്, അതുകൊണ്ടാണ് ബീൻസ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസിൽ നന്നായി കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ഉറപ്പിന് ബീൻസ് നല്ലതാണ്. ഇത് നമുക്ക് കറി വെച്ച് കഴിക്കുന്നതും ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നന്നായി കളർ മാറണ്ട, ആ പച്ച കളറ് മാറരുത്, ജസ്റ്റ് ഒന്ന് ഇതായി വന്നാൽ മതി. ആ നേരത്തെ നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ തന്നെ കളർ മാറരുത്, ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഇത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെയും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. ഇത് ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ആ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ഉച്ചയ്ക്ക് കറികളിൽ വെക്കുന്ന ആ വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിപ്പോൾ പച്ചക്കറികൾ ഇങ്ങനത്തെ പച്ചക്കറി വേണമെന്ന് തന്നെ ഇല്ല, നമുക്ക് കിട്ടുന്നതായ ഏത് വെജിറ്റബിൾസും ഇട്ടിട്ട് ഇങ്ങനെ നല്ലൊരു ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ തയ്യാറാക്കാം. അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ മടി വിചാരിച്ചിട്ട് ഇനി ഇഷ്ടമില്ലാത്ത വിഭവങ്ങൾ തിന്നാലോ വിചാരിച്ചിട്ട് കാണുമ്പോൾ ഭംഗി മാത്രമല്ലല്ലോ വണ്ണം കുറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശരീരത്തിന് തന്നെ ഒരു തക്കാളി ഒരെണ്ണം കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടു. ഇനി ഇതിൻ്റെ അളവുകൾ ഞാൻ പറയാം. ഒരു അര സവോളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. അതിൻ്റെ കൂടെ ബീൻസ് ഒരു 100-150 ഗ്രാം, ക്യാരറ്റ് ഒരു 200 ഗ്രാമിൻ്റെ താഴെ, പിന്നെ ഒരു തക്കാളി, കാബേജ് ഒരു ചെറിയ കഷ്ണം, പിന്നെ ചിക്കൻ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു 5-6 കഷ്ണം, 5-7 കഷ്ണം ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് ഇതിൽ ഒരു മുട്ടയാണ്, അത് 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ ഇട്ട് കൊടുത്തു, അതും കൂടി വേവിച്ചു. പിന്നെ മുട്ട 2 എണ്ണം ഞാനിപ്പോൾ പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് അതിന് മേലെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്.
ഈ പച്ചക്കറിയൊക്കെ ഞാൻ ബട്ടറിലാണ് സോൾട്ട് ചെയ്തെടുത്തത്. ബട്ടറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. നമ്മൾ മറ്റുള്ള ഓയിലുകളിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കിട്ടാനുണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്യാവുന്നതാണ്. പറയാൻ വിട്ടുപോയി, ഒരു തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മുട്ടയും ബീറ്റ് ചെയ്ത് ഒഴിക്കാം. ഞാൻ 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. ഒരു മുട്ടയാണ് ബീറ്റ് ചെയ്ത് ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് വേവിച്ച് എടുത്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞാനിനി ഇങ്ങനത്തെ റെസിപ്പീസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്.